എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ നന്ദനം ചാനലിലേക്ക് സ്വാഗതം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ കഠിനമായി ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നടക്കാതെ പോകാറുണ്ട് അല്ലേ? മക്കളുടെ പഠന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചില മോശ സ്വഭാവങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ കടബാധ്യതകൾ തീർക്കാൻ, സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നമൊക്കെ സഫലമാകാൻ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ജോലി കിട്ടാനൊക്കെ വേണ്ടി പരീക്ഷകൾ എഴുതി നമ്മൾ മടുത്തു കാണും. ഇനി ഇതൊന്നും നടക്കില്ല, ഞാൻ തോറ്റുപോയി എന്ന് കരുതി നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിടത്ത് പ്രത്യാശയുടെ ഒരു വലിയ വെളിച്ചം തരാൻ ശേഷിയുള്ള ഒരു വ്രതത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതാണ് വരാൻ പോകുന്ന കൃഷ്ണ പിങ്കള സംകഷ്ടി ചതുർത്ഥി വ്രതം. എന്തിനാണ് നമ്മൾ ഈ വ്രതം എടുക്കേണ്ടത്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും കടുത്ത വെല്ലുകളെയും തടസ്സങ്ങളെയും വേരോടെ പിഴുതെറിയാൻ ശക്തിയുള്ളതാണ് ഈ വ്രതാനുഷ്ഠാനം. നമ്മളൊക്കെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് കരുതിയ ചില കാര്യങ്ങൾ അനുകൂലമായി തീർക്കാൻ ഈ വ്രതത്തിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം. മഹാഭാരതത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്ന അത്രമേൽ ഐശ്വര്യവ്രതമായിട്ടുള്ള ഒരു വ്രതമാണിത്. വരുന്ന ജൂലൈ 3 വെള്ളിയാഴ്ചയാണ് വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധിയിലും മാറ്റിയെടുക്കാൻ ഈ ഒരൊറ്റ ദിവസം നമ്മൾ എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്ന് നോക്കാം. എന്താണ് ഇത് പിന്നിലെ ഐതിഹ്യം എന്ന് വളരെമായി വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴേ തന്നെ കമൻറ്റ് ബോക്സിൽ ഓം ശ്രീകൃഷ്ണ പിങ്കള ഗണപതായ നമ എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചതുർത്ഥി തിഥി ആരംഭിക്കുന്ന വ്രതം അനുഷ്ഠിക്കേണ്ട തീയതി എന്ന് പറയുന്നത് 2026 ജൂലൈ 3 വെള്ളിയാഴ്ചയാണ് കേട്ടോ ആരംഭിക്കേണ്ടത്. 2026 ജൂലൈ 3 വെള്ളിയാഴ്ച പകൽ 11:20 ചതുർത്ഥി തിഥി അവസാനിക്കുന്നത് 2026 ജൂലൈ 4 ശനിയാഴ്ച പകൽ 12:40 കേട്ടോ. അപ്പോൾ കേരളത്തിൽ ചന്ദ്രോദയ സമയമുണ്ട്. അതിൽ സങ്കടഹര ചതുർത്ഥി വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് രാത്രിയിൽ ചന്ദ്രദർശനവും ചന്ദ്രന് ഐർഘ്യം നൽകുന്നതാണ്. അപ്പോൾ 2026 ജൂലൈ 3 കേരളത്തിലെ ഏകദേശ ചന്ദ്രോദയ സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ചന്ദ്രോദയ സമയം എന്ന് പറയുമ്പോൾ 9:54, ചിലപ്പോൾ ചിലതിൽ 9:49 അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 9, 9:30, 9:45 എന്തെങ്കിലും ചന്ദ്രോദയ സമയം വരും. അപ്പോൾ ആ സമയം നമ്മുടെ ഭാഗത്ത്, നമ്മൾ താമസിക്കുന്ന ഭാഗത്ത് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ഇതിൽ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം വരാം. ചന്ദ്രനെ ദർശിച്ച ശേഷം പൂജ പൂർത്തിയാക്കി നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന്റെ ശ്രീകൃഷ്ണ പിങ്കള ഗണപതി രൂപത്തെയാണ്. അതായത് കൃഷ്ണ പിങ്കള ഗണപതി രൂപത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇരുണ്ട സ്വർണ്ണ നിറമുള്ള ഭഗവാന് 6 കൈകളാണുള്ളത്. ഒരു കൈ കൊണ്ട് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നു. അത് വരദമുദ്രയാണ്. ബാക്കിയുള്ള 5 കൈകളിൽ പൂക്കൾ, മാമ്പഴം, കരിമ്പ്, മോദകം, മഴു എന്നിവയാണ് ഉള്ളത്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ പഠനകാര്യങ്ങൾ, ഭർത്താവിൻ്റെയോ മക്കളുടെയോ മോശ സ്വഭാവം മാറ്റുക, കടബാധ്യതകൾ തീർക്കുക, ജോലി ലഭിക്കുക, അല്ലെങ്കിൽ വസ്തുവോ വീടോ വിൽക്കാൻ സാധിക്കാതെ വരിക തുടങ്ങിയ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നവർ ഈ ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അപ്പോൾ എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം. പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. അതിന് സാധിക്കാത്തവർ ധാന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പഴങ്ങളും പാലും കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. അറിയാലോ, നമ്മൾ ഏകാദശി വ്രതം എങ്ങനെയാണോ എടുക്കുന്ന ആ രീതിക്ക് തന്നെ നമുക്ക് വ്രതം എടുക്കാം. അതായത് ഒരു മനുഷ്യർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുക്കാൻ നോക്കുക. പട്ടിണി കിടന്ന് വ്രതം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അരിയാഹാരങ്ങളും ധാന്യങ്ങളും ഒഴിവാക്കിയിട്ട് നമുക്ക് മറ്റുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് വ്രതം നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തീർത്ഥം കുടിക്കാതെ ശ്രദ്ധിക്കണം. അന്നേ ദിവസം നമുക്ക് പാല്, പഴം അങ്ങനെയുള്ളതൊക്കെ പച്ചക്കറികളൊക്കെ കഴിച്ച് കരിക്കൊക്കെ കഴിച്ച് നമുക്ക് വ്രതം എടുക്കാം. രാത്രി 9:29 ചന്ദ്രൻ ഉദിക്കുന്ന സമയം, അത് പല സ്ഥലത്തും അവരുടെ സമയം നോക്കിയിട്ട് ഒരു ചെറിയൊരു മൺചിരാത് വിളക്കൊക്കെ കത്തിച്ച് അതിനകത്ത് കുറച്ച് പൂക്കൾ, അതായത് ഒരു തട്ടത്തിൽ കുറച്ച് പൂക്കളും പുഷ്പങ്ങളെല്ലാം ചേർത്ത് പഴങ്ങൾ, മധുരപലഹാരങ്ങളൊക്കെ എന്നിവയൊക്കെ കരുതി ഒരു പാത്രത്തിൽ അല്പം ശുദ്ധജലമൊക്കെ എടുക്കുക. ആദ്യം ചന്ദ്രനെ നോക്കി ചന്ദ്രഭഗവാന് അഭിഷേകം ചെയ്യുന്നതെന്ന് സങ്കല്പിച്ച് താഴേക്ക് ഒഴിക്കുക. അതിനുശേഷം തട്ടത്തിൽ മൺചിരാത് കൊണ്ട് ചന്ദ്രൻ്റെ 3 തവണ ആരതി ഒഴിയുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ പൂക്കളും അരിയും പ്രസാദവും ഒക്കെ ചന്ദനം സമർപ്പിക്കുന്നതിനായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. ഇതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം. ഇതിനുശേഷം പൂജാമുറിയിൽ വന്ന് ഗണപതി ഭഗവാന്റെ മുന്നിൽ പ്രത്യേകം വിളക്കും പ്രസാദവും സമർപ്പിച്ച്
ഓം ശ്രീകൃഷ്ണ പിങ്കള ഗണപതായ നമ എന്ന ഈ മന്ത്രം നമുക്ക് പറ്റുന്ന രീതിയിൽ 27 തവണയോ അതോ 108 തവണയോ ജപിക്കാവുന്നതാണ്. ഇരുണ്ടതും സ്വർണ്ണ നിറമുള്ളതുമായ ഐശ്വര്യദായകനായ ഗണപതി ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന്. ഈ വ്രതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുക എന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും നല്ല ചിന്തകൾ വളർത്താനും ക്ഷമയും വിനയവും പഠിക്കാനുമാണ്. ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കുന്നു. സമാധാനമുള്ള മനസ്സാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുമെന്ന് ഭക്തി പാരമ്പര്യം പറയാറുണ്ട്. ഈ ദിവസം ആർക്കൊക്കെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം? വിദ്യാർത്ഥികൾക്ക് നല്ല പഠന വിജയത്തിനായിട്ട്, ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾക്കായിട്ട്, വിവാഹ തടസ്സം നേരിടുന്നവർ മംഗളകാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ, പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും വിജയത്തിനായിട്ട്, കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക്, ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. ഇവർക്കെല്ലാം ആത്മാർത്ഥമായിട്ട് ഗണപതി ഭഗവാനെ സ്മരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അമ്മമാർ ഈ ഒരു വ്രതം ഉറപ്പായിട്ട് എടുക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി അമ്മമാർ ഏറ്റവും കൂടുതൽ എടുക്കേണ്ട ഏറ്റവും നല്ലൊരു വ്രതമാണ് ഈ ഒരു വ്രതം. അപ്പം മറക്കാതെ വെള്ളിയാഴ്ച ഈ വ്രതം എടുക്കേണ്ടതാണ് കേട്ടോ. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. പണ്ട് മഹിഷ്മതി എന്ന രാജ്യം ഭരിച്ചിരുന്ന മഹിജിത്ത് എന്ന രാജാവിന് മക്കളില്ലായിരുന്നു. ഒരുപാട് പൂജകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ ലോമോഷ മഹർഷിയുടെ ഉപദേശപ്രകാരം രാജാവ് കൃഷ്ണപിങ്കള സംകഷ്ടി ചതുർത്ഥി വ്രതം കൃത്യമായിട്ട് അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായി രാജാവിന് സർവ്വഗുണസമ്പന്നനായ ഒരു പുത്രൻ ജനിക്കുകയും അദ്ദേഹത്തിൻ്റെ മോക്ഷം ലഭിക്കുകയും ചെയ്തു. ഈ വ്രതത്തിൻ്റെ ശക്തി അത്രമേൽ വലുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭക്തരെ, വരുന്ന ചതുർത്ഥി ദിനത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കുക. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്ന് ഈ നാമം 3 തവണ ജപിക്കുന്നതും കാര്യതടസ്സമില്ലാതെ നടക്കാൻ സഹായിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഭഗവാന്റെ ഈ തിരുനാമം ജപിക്കാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ ഓം ശ്രീകൃഷ്ണ പിങ്കള ഗണപതായേ നമ എന്ന് രേഖപ്പെടുത്താട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട ഭക്തരെ, നിങ്ങൾ മറക്കാതെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ, രാവിലെ കുളിച്ചിട്ട് ഗണപതി ഭഗവാനെ തൊഴുത് വ്രതം ആരംഭിക്കുക. പകൽ ധാന്യങ്ങൾ ഒഴിവാക്കുക. രാത്രി 9:29 ചന്ദ്രനെ കണ്ട് ജലവും വിളക്കും പൂക്കളെല്ലാം കാണിച്ച് പ്രാർത്ഥിക്കുക. മനമുരുകി തന്നെ പ്രാർത്ഥിക്കണം. ശേഷം പൂജാമുറിയിൽ വന്ന് ഗണപതി മന്ത്രം ജപിച്ചുകൊണ്ട് തീർത്ഥവും പ്രസാദവും കഴിച്ച് വ്രതം പൂർത്തിയാക്കുക. ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള രീതി. നമ്മുടെ ആരോഗ്യസ്ഥിതിയും സാഹചര്യവും നോക്കി വേണം വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, വെറുമൊരു പരീക്ഷണം എന്ന നിലയിലല്ല നമ്മളിത് ചെയ്യേണ്ടത്. പൂർണ്ണമായ വിശ്വാസത്തോടെ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന ഉറപ്പോടെ വേണം ഈ വ്രതം നോൽക്കാൻ. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. നിങ്ങൾ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഈ മന്ത്രം 1 തവണ അല്ലെങ്കിൽ 3 തവണയെങ്കിലും ജപിച്ച് മുന്നോട്ട് പോവുക. ഭഗവാൻ വിഘ്നങ്ങളെല്ലാം മാറ്റി തരും. ഈ ഒരു ചതുർത്ഥി ദിനത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നല്ല മാറ്റങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും. അത് പിന്നീട് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ പറയുകയും ചെയ്യും കേട്ടോ. അത്രമേൽ ശക്തിയുള്ളതാണ് ശ്രീകൃഷ്ണ പിങ്കള ഗണപതി ഭഗവാന്റെ രൂപം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ശ്രീകൃഷ്ണ പിങ്കള ഗണപതായ നമ എന്ന് എഴുതാൻ മറക്കരുത്. ഒപ്പം ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഒന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ശ്രീകൃഷ്ണ പിങ്കള ഗണപതി ഭഗവാന്റെയും കൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗണപതി ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.